ശേഷക്രിയാ ചടങ്ങിൽ ചില ദുർനിമിത്തങ്ങൾ കണ്ടിരുന്നു. ശവദാഹം നടന്ന തെക്കേപ്പറമ്പിലെ കാഞ്ഞിരമരത്തിൽ ഒരു ബലിക്കാക്ക മരക്കൊമ്പിൽ തലയിട്ടടിച്ച് വല്ലാത്തൊരു ശബ്ദം. വീര, തന്ത്രിക്ക് എന്താന്ന് വെച്ചാ കൊടുത്തേക്ക്. ശരി. ഷേണായി, ദുർമരണം നടന്നത് ഒന്നല്ല, രണ്ടാ. ശേഷക്രിയകൾ ചെയ്യാത്ത ആത്മാക്കള് ഗതി കിട്ടാതെ ദുരാത്മാക്കളായി അലഞ്ഞു തിരിയുന്ന ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. ത്രിസന്ധ്യ നേരത്തെ വിളക്കത്തിക്കാൻ ഇവിടെ ആരില്ലാണ്ടായോ? എവിടെ പോയി ഇവരൊക്കെ? വിളക്ക് ഞാൻ തെളിയിക്കട്ടെ? ആരവിടെ? എന്താണ് വെള്ളമില്ലാത്തൊക്കെ പാട് ഉരുണ്ട് കൂടണം. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസ്. അതെ, ഇവിടെ വീണ്ടും പുലി ഇറങ്ങി. പുലി പുലി. അതെ. എന്തേ? ഒരു ഫോണുള്ളത് വെറുതെയാ. ഇതിലും പേര് നേരിട്ടെന്ന് പറയുന്നതാ. ഞാനൊന്ന് പോയിട്ട് വന്നാലോ? അപ്പന് വേറെ പണിയില്ലേ? ഈ രാത്രി 10-25 കിലോമീറ്റർ കാർ ഓടിച്ചു തന്നാൽ അവർ 2 പോലീസുകാരെ അയച്ചു. അവർ വന്നിട്ട് തന്നെ ചെയ്യാനാ? അവർക്ക് കൂട്ടിരിക്കാൻ 10 പേര് വേറെ വേണം. ഒത്തു കിട്ടിയാൽ ഇന്ന് അവന്റെ ശവമായിരിക്കും. കഥ അടച്ചോളൂ. കുഞ്ഞേക്ക, എന്താ മോളെ? തോമസ് ഊട്ടി ഇതുവരെ വന്നില്ല. ആ ചെക്കനിത് എവിടെ പോയി കിടക്കുന്നു? ചരക്കും കൊണ്ട് ടൗണിൽ പോയതാ. അവൻ വരും. വിവരമില്ലാത്തതൊന്നും അല്ലല്ലോ. മോള് ബേജാറാവണ്ട. ഓൻ എവിടെയാണെങ്കിലും നമ്മൾ തേടി പിടിച്ചുകൊണ്ടുവന്നോളാം. മോളിങ്ങനെ ഒറ്റയ്ക്കൂടെ പുറത്തിറങ്ങി നിൽക്കല്ലേ. പെരന്റെ ഔത്ത് കുത്തിരിക്കും. എവിടെ അപ്പം പുറത്തല്ലയോ കിടക്കുന്നത്? അത് പിന്നെ വയസ്സായില്ലേ. ശരിയാ, ഈ എല്ലും തൊലി ഏത് പുലിക്കാ വേണ്ടേ? പുലിക്ക് മടിയത് പുള്ളത്തിന്റെ മകന്റെ ആളെ ഇറച്ചിയാ. പുലി ഇറങ്ങിയപ്പോഴാ ഒരു തമാശ. വായി നോക്കിക്കാ വരുന്നുണ്ടോ? നമുക്ക് വേണ്ടത് പുലി വരുമ്പോ കൊല്ലാൻ പറ്റിയ ഒരാളെയാണ്. നല്ലൊരു നായാട്ടുകാരൻ. ഫിലിപ്പോസിന്റെ പരിചയത്തിൽ നല്ലൊരാളുണ്ട്. ആരാ? കുന്നംകുളത്തുകാരൻ ഒരു ചേറു.
10-25 വർഷം മുമ്പുള്ള പരിചയമാ. ബഹുമിടുക്കൻ, ശബ്ദം കേട്ട് വിടുവിക്കും. സായിപ്പന്മാർ വരെ സമ്മതിച്ചു കൊടുത്തുള്ള ആളാ. ആഹാ, എങ്കിലും ആലോചിക്കാനൊന്നുമില്ല അച്ചു. പുലി വരുമ്പോ നമുക്ക് ചെറുവിനെ വരുത്താം. വരുന്ന വിവരത്തിന് പുലി തനിക്ക് കത്തയക്കോ? താൻ മണ്ടത്തരം പറയല്ലേ. പുലി എന്ന് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറുവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം. മാസാമാസം അയാൾക്കൊരു ശമ്പളം നിശ്ചയിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഇടവകയിലെ ഓരോ കുടുംബവും 5 രൂപ വെച്ച് മാസം എടുത്താൽ ചെറുവിന്റെ ശമ്പളവും ചെലവിനും ഉള്ളതൊക്കെ ആകും. അതല്ല, അത് തികയുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പീലിപ്പോസ് നോക്കിക്കോളും. ചെറു പീലിപ്പോസിന് ഒരു സുഹൃത്തൂടാണല്ലോ. പിന്നെ മറ്റ് സമുദായക്കാരും ഇതിനോട് സഹകരിക്കും. കാരണം ഇത് ഈ നാടിന്റെ പ്രശ്നമാണല്ലോ. Hey friends, this is Radish Vega once again. Super Director Joshi strikes you after 7. And Amalapur. From the script of Sachi through Galaxy Films, Milan Jalil presents. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഒട്ടും താമസിക്കാതെ ചേറു ഇവിടെ വന്ന് പുലിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിച്ചുറപ്പിക്കാം. ഇവിടെ വന്ന് പള്ളിയിലെ അച്ഛൻ റവറന്റ് ഫാദർ പനങ്ങോടനെയോ എന്നെയോ നേരിൽ കണ്ടാൽ മതിയാകുന്നതാണ്. പോരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഒരുക്കത്തോടെ വരണം. താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ്. കത്ത് ചുരുക്കുന്നു, ശേഷം നേരിൽ എന്ന് PV ഫിലിപ്പോസ്. ചേറു വരില്ലല്ലേ? ഇല്ല, അപ്പൻ ചത്തുപോയി. ഓഹോ, എത്ര നാളായി? കുറെ നാളായി. അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരോ നാട്ടിലും ഇങ്ങനെ പോയി തങ്ങുമല്ലേ? ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ആദ്യ. ആ, അപ്പനും ഞാനും തമ്മിൽ ചേരില്ല. അതുകൊണ്ട് അപ്പനുള്ളപ്പോ വീട്ടിൽ പോകാറില്ല. എത്ര ഷായി? 56 രൂപ 50 പൈസ. കുറിച്ചേക്ക് പറ്റൂർച്ചേക്ക്. ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പച്ച കുറിക്കുന്നത്? കാശ് തരണം. എന്റെ 1 രൂപ 30 പൈസേ ഉള്ളൂ. എന്നിട്ടാ മൂക്കുമുട്ട കള്ളു കുറച്ചൊക്കെ കയറ്റിയത്? നല്ല വിശപ്പായിരുന്നു. നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പോക്കൃത്തരം പറയരുത്, അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് പോടാ. തോക്ക് ഞാൻ തരില്ല. കുഞ്ഞിച്ച തല്ലൊന്നും വേണ്ട. നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടങ്ങാടിയിലെ ചുരുളിപ്പരമ്പ് വരെ വരയ്ക്കൂടാ. ഞാൻ മര്യാദയ്ക്ക് പറയാണ്, ആ തോക്ക് കൊടുത്തിട്ട് പോ. കൊടുക്കടാ. എന്നൊന്നും ചെയ്യരുത്. കൊടുക്കാൻ. കൊടുത്തേക്ക്, അതാ നല്ലത്. നമ്മുടെ അമ്മായപ്പന് വട്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശ് കളയണം. മിടുക്കനാ. പറന്നുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശരി പുള്ളിയല്ല, വന്ന് കയറുന്നതിന് മുമ്പേ തല്ലുണ്ടാക്കി. എന്റെ കാലിന്റെ മസിൽ കയറിയിട്ടാ, അല്ല പന്നിയുടെ കുടലയാൻ എടുത്തേന്. നീ വന്നേ. ഈ കുഞ്ഞച്ചനെ നീ തല്ലിയോ? എന്നെ തല്ലിട്ടാ? അങ്ങനെ നീ എല്ലാരെയും തല്ലുവോ? എന്റെ മേലോന്താ ചിലപ്പോ തല്ലും. അപ്പൊ നീ എന്നെയും തല്ലുവോ? അതിപ്പോ തല്ലുമ്പോ ആളും തരം ഒന്നും നോക്കാൻ ഒക്കൂല. അന്നാ അതൊന്നും അറിയണല്ലോ. നായിന്റെ മോനെ, ഈ നാട്ടിൽ വന്ന് നീ വെള്ളത്തിലെടുത്താണ്ടല്ലോ, ഇടിച്ചതിന്റെ പതിരിയം കിടക്കും. വെറ വന്ന് രമേശ് നമ്പ്യാർ. സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ. എന്താണ് സംഭവിച്ചത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. പിന്നെ എങ്ങനെ നിങ്ങൾ കേസിൽ പ്രതിയായി? ആപത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംഭവിച്ചതാ. തെളിച്ചു പറയൂ. कान भाई मत मारो प्लीज, डोंट शूट मी. साले
तू क्या समझा? करीम लाला चदिष्टे, मुंबई में तू जिंदा रह सकता क्या? സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ. അറിഞ്ഞോ, ഉന്നത ചെക്കന്റെ ശിക്ഷ ഇന്ന് തീരുകയെന്ന്. അവനെ നാളെ വിട്ടയക്കുമെന്ന്. ദിവാര 5 വർഷത്തെ കാത്തിരിപ്പ. അവൻ ഈ മണ്ണ് കാലുകുത്തും മുമ്പ് തീർക്കണം, തീർത്ത് കളഞ്ഞേക്കണം. ഞങ്ങളുടെ ഗോപിയുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നെ കൊത്തി നുറുക്കി കുഴിച്ചു മൂടിയതിനു ശേഷം ബാബുവിൽ നിന്ന് അൻവറിനെ കുറിച്ച് കേട്ടിരുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ബ്ലാസ്റ്റിലൂടെ യഥാർത്ഥ വിശ്വാസി വീരത്വമില്ലാത്ത യോദ്ധാവ് കൂടിയാണെന്ന് അൻവർ തെളിയിച്ചു. മരണത്തെ ഭയമില്ലാതിരിക്കുമ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥ മനുഷ്യനാവുന്നത്, മുസൽമാനാവുന്നത്. ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ പിള്ളേരെ ബുദ്ധിമുട്ടിക്കിടന്നു. ഇതൊന്നും എന്റെ മട്ടാഞ്ചേരി മാർക്കറ്റ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞ നിന്നെയൊക്കെ ഇതിന്റെ അകത്തിട്ട് തീർക്കാൻ 100 പേരുണ്ട്.